ജ്ഞാനം എപ്പോഴും ധ്യാനമാണ്. സിദ്ധികൾ എപ്പോഴും ജ്ഞാനത്തിൽ നിന്നുള്ളതാണ്. മൂലകാരണം ആകാശമാണ്. ആകാശത്തിൽ നിന്ന് ആകാശം റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആകാശിക് റെക്കോർഡ്സ്. നോക്കൂ, ഒരു വ്യക്തി കണ്ണടച്ചിരിക്കുമ്പോൾ സംഭവിക്കുന്നത് ജ്ഞാനത്തിലിരിക്കുകയാണ്. ധ്യാനം പിന്നെ ജ്ഞാനമായി തീരുകയാണ്. വ്യക്തിബോധം എന്ന് പറയുന്നത് ഈഗോയാണ്, അഹന്തയാണ്. സ്വയമേ എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെയുമാണ്. ഒരു വ്യക്തി ധ്യാനത്തിലൂടെ ജ്ഞാനമായി തീരുന്ന ഒരവസ്ഥയാണ് ശരിക്കും ആധ്യാത്മികത എന്ന് പറയുന്നത്. പക്ഷേ ആകാശിക് റെക്കോർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് അനുഭവത്തിൻ്റെ തലങ്ങളിലൂടെ അതിൽ കടന്നു പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഇമാജിനേഷൻ്റെ ഒരു വേൾഡിലേക്ക് കടന്നുപോയാൽ ചിലപ്പം ശിവനെയും കൃഷ്ണനെയും മുരുകനെയൊക്കെ കണ്ടെന്നിരിക്കും. എന്നാൽ യഥാർത്ഥ ആധ്യാത്മികതയിൽ ജ്ഞാനം ഒളിച്ചിരിക്കുന്നത് ആകാശ തത്വത്തിലാണ്. ഉത്തരം ഈ ഇൻറ്റ്യൂഷൻ എന്നൊക്കെ നാം പറയുമ്പം ഇൻറ്റ്യൂഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ആജ്ഞാചക്രത്തിലുള്ള കപോല ചക്രം ആക്ടിവേറ്റ് ആവുന്ന പോയിന്റിലാണ്, ആ ഒരു നിമിഷത്തിലാണ് ഇൻറ്റ്യൂഷൻ സംഭവിക്കുന്നത്. എന്നാൽ ഭൂരിപക്ഷം ആൾക്കാർ ഇൻറ്റ്യൂഷൻ എന്ന് വെച്ചാൽ അവരുടെ ഭാവനയാണ്. എന്നാൽ പ്യുവറായിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഇൻറ്റ്യൂഷൻ കിട്ടുവാണെങ്കിൽ അവിടെ ഡൗട്ട്സ് ഉണ്ടാവില്ല. അത് വളരെ കൃത്യമായിരിക്കും. അതിന് ഒരു സഹായത്തിൻ്റെ ആവശ്യമില്ല. അതങ്ങ് തന്നെ കൊണ്ടുപോയിക്കോളും. ഒഴുക്കിനൊത്തൊഴുകുന്ന നദി പോലാവും ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതും ഒരു ആകാശത്തിൻ്റെ രീതിയാണ്. ആത്മീയതയിലും ഒരു 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 വ്യക്തിക്ക് മറ്റുള്ളൊരു വ്യക്തിയുടെ ഇമോഷൻസ്, അല്ലെ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു സിദ്ധി, ഇതെല്ലാം ഉപയോഗിക്കുന്നത് ആകാശത്തിൻ്റെ ഒരു എലമെൻ്റ് കൊണ്ടാണ്. നമുക്ക് മുൻപേ കടന്നുപോയവരുടെ എല്ലാം, അതൊരു ജ്ഞാനിയാണെങ്കിലും ഏതൊരു മേഖലയിൽ ജീവിച്ച ഒരാളാണെങ്കിലും അതിൻ്റെ എല്ലാം അവരറിഞ്ഞതെല്ലാം തന്നെ ആകാശത്തിലിരിപ്പമുണ്ട്. അത് നമുക്ക് എടുക്കാം, നമുക്കതിനെ മനസ്സിലാക്കാം. അത് ബുക്കിലൂടെ മനസ്സിലാക്കുന്ന പോലല്ല. അത് കണ്ണടയ്ക്കുമ്പം ചിന്തകൾ വരുന്നതല്ല. കണ്ണടയ്ക്കുമ്പം വേറൊരു ഡയമെൻഷൻ തുറന്നു കിട്ടുന്നതാണ് ആകാശിക് റെക്കോർഡ്സ്.